പത്തനംതിട്ടയിൽ CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവും. സമ്മേളനത്തിൽ പാർട്ടിയുടെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനം വിശദമായി പരിശോധിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു എന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും KP ഉദയഭാനു പറഞ്ഞു. ആദ്യം ഉദയഭാനുവിന്റെ പ്രതികരണത്തിലേക്ക് നമുക്കിത് പോയി വരാം. പാർട്ടിയെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാവും. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കും. കൂടുതൽ കരുത്തോടുകൂടി പാർട്ടി മുന്നോട്ട് നയിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഐക്യത്തോട് മുന്നോട്ട് പോകും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ ഉയർപ്പിച്ചതാണ്. ഇപ്പം BJPക്കകത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രവർത്തിക്കും. അവരവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും. അതിൻ്റെ പരമായി കേസുണ്ടായിട്ടുണ്ട്. അതിനങ്ങനെ ഞങ്ങൾ കാണുന്നുണ്ട്. 53 പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് 33 പഞ്ചായത്തായി ഉള്ളത്. ആ നഷ്ടപ്പെട്ട പഞ്ചായത്തിനോട് ഞങ്ങൾ വിജയിക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, വെരി ഗുഡ് മോർണിംഗ്. CPMന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഈ ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നത് ഉറപ്പാണ്. നവീൻ ബാബുവിൻ്റെ മരണമടക്കമുള്ള വിഷയങ്ങളുണ്ട്, BJP പ്രവർത്തകരെ സ്വീകരിച്ച വിഷയങ്ങളുണ്ട്, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്വീകരിച്ച വിഷയമുണ്ട്, തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് മത്സരിച്ച സമയത്ത് പാർട്ടിക്കുള്ളിലുണ്ടായിരുന്ന ആഭ്യന്തര സംഘർഷമുണ്ട്, തമ്മിത്തല്ലുവരെ പോയ ഒരു കാലമുണ്ടായിരുന്നു. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഇന്നത്തെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു പാർട്ടി പ്രവർത്തകരൊക്കെ വളരെ ആവേശത്തോടു കൂടിയും പ്രതീക്ഷയോടു കൂടിയും ഒക്കെയാണ് കാണുന്നത്. വിമതശല്യം വല്ലതും ഉണ്ടോ പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനം സംഭവബഹുലമായിരിക്കും എന്ന് ഉറപ്പാണ്. ഇന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുകയാണ്. രാവിലെ 10 മണിക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ഈ പ്രതിനിധി സമ്മേളനത്തിലെ ചർച്ച ആരംഭിക്കും. എല്ലാ പ്രതിനിധികൾക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായിരിക്കും. 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെയായിരിക്കും ഓരോ പ്രതിനിധിക്കും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാവുക. ഈ ഒരു സമയമായിരിക്കും ഏറ്റവും നിർണായകം. കാരണം നമുക്കറിയാം CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങൾ, അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നവീൻ ബാബു വിഷയം തന്നെയാണ്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ CPM ജില്ലാ നേതൃത്വം ആ കുടുംബത്തോടൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ആ നിലപാടിൽ മാറ്റം വന്നു എന്നൊരു സംശയം പൊതുജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു പരസ്യ പ്രതികരണത്തിന് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു തയ്യാറായിരുന്നില്ല. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ അംഗങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, അരുൺ ചോദിച്ചതുപോലെ വിമത ശല്യം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. തിരുവല്ല മേഖലയെ സംബന്ധിച്ച് അവിടെ നേരത്തെ തന്നെ വിമത വിഷയങ്ങൾ ഉയർന്നിരുന്നു. അവിടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം തന്നെ, നേരത്തെ പുറത്താക്കപ്പെട്ട അംഗം തന്നെ പീഡന കേസിൽ പ്രതിയാകുകയും അതിനെ തുടർന്ന് പാർട്ടി രണ്ടായി അഭിപ്രായങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പീഡന കേസിൽ ഉൾപ്പെട്ട പ്രതിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ, ആ വിഷയത്തിൽ ചില നേതാക്കൾ എടുത്ത നിലപാടുകളൊക്കെ ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയാകും. ഒപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയപ്രതീക്ഷ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ CPIM നേതൃത്വം വെച്ചു പുലർത്തിയിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കിനെ തന്നെയാണ് CPIM സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ പ്രതീക്ഷിച്ച ഒരു വിജയം ഡോക്ടർ തോമസ് ഐസക്കിന് ഉണ്ടായില്ല. തോമസ് ഐസക്കിന്റെ പ്രചാരണം സംബന്ധിച്ച് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ 2 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പരസ്പരം കയ്യാങ്കളിയിൽ ഏർപ്പെട്ട സംഭവം വരെയുണ്ടായി. പക്ഷേ പാർട്ടി ജില്ലാ നേതൃത്വം അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് പറഞ്ഞ് തലയൂരുകയാണ് ചെയ്തത്. അടുത്ത ദിവസം തന്നെ വാർത്താ സമ്മേളനത്തിൽ ഈ 2 കയ്യാങ്കളി നടത്തിയ 2 അംഗങ്ങളെ കൂടി ഒരുമിച്ചിരുത്തിയാണ് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന് പ്രഖ്യാപിച്ചത്. ഏതായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉയരും എന്ന് ഉറപ്പാണ്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനം സംഭവ ബഹുലം തന്നെയായിരിക്കും. 3-4 നേതാക്കളുടെ പേരുകൾ പുതിയ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാമിൻ്റെ പേരാണ്. കാരണം തുടർച്ചയായി 5 പ്രാവശ്യം റാന്നി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നേതാവ് കൂടിയാണ് രാജു എബ്രഹാം. അദ്ദേഹം 5 വട്ടം MLA ആയി. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജു എബ്രഹാമിന് സംസ്ഥാന നേതൃത്വം സീറ്റ് നൽകിയിരുന്നില്ല. പകരം അവിടെ കേരള കോൺഗ്രസ് വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് അവിടെ മത്സരിപ്പിച്ചത്. അവിടെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് രാജു എബ്രഹാമിനെ സീറ്റ് നൽകാതിരുന്നൊരു സാഹചര്യത്തിൽ ഒന്നില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്, അല്ലെങ്കിൽ CPIM ജില്ലാ സെക്രട്ടറി, ഈ 2 വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു എന്ന്
പാർട്ടിയിൽ നിന്ന് തന്നെ നേരത്തെ തന്നെ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ വാക്ക് പാലിക്കാൻ CPM ജില്ലാ നേതൃത്വം തയ്യാറാകുമോ എന്ന് കാണാം. അതേസമയം തന്നെ രാജു അബ്രഹാമിനോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളായിട്ടുള്ള A. പത്മകുമാർ, ഒപ്പം തന്നെ ഓമല്ലൂർ ശങ്കരൻ, ഇവരുടെ പേരും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയരുന്നുണ്ട്. ഏതായാലും ഒരു മത്സരത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ ഈ CPM-ന്റെ ഈ ജില്ലാ സമ്മേളനത്തിൽ KP ഉദയഭാനു എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് ഒരു മത്സരത്തിനുള്ള സാധ്യത അവിടെ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് തോമസും ക്ഷമിക്കണം A. പത്മകുമാറുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ, ഏതെങ്കിലും തരത്തിൽ മത്സരം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം. പത്തനംതിട്ടയിലെ ജില്ലാ സമ്മേളനം സംഭവ ബഹുലമാകുമെന്ന് ഉറപ്പ്.